ശ്രീ സജി മാർക്കോസ്, താങ്കൾ ഇടുക്കിക്കാരൻ കൂടിയാണല്ലോ. നമ്മൾ ചില വർഷങ്ങളുടെ ഇടവേളകളിൽ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യനിർമ്മിതിയും കാലാതിവർത്തിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരിക്കെ മുല്ലപ്പെരിയാറിന്റെ ഡൗൺ സ്ട്രീമിലുള്ള എല്ലാ മനുഷ്യരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥ. ഇപ്പോൾ അത് വീണ്ടും സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമായി മാറുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് തോന്നുന്നത് അഭിലാഷ് 2-3 പ്രാവശ്യമായിട്ട് ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ഡാം അപകടത്തിലാണെന്ന് തമിഴ്നാടിനെയോ കേന്ദ്ര സർക്കാരിനെയോ സുപ്രീം കോടതിയോ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അറിവിൽ ഈ ഡാം സേഫ് ആയിട്ടുള്ള ഡാമാണ്. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ഒരു നടപടിയുമായി നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും നമുക്ക് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു ഡാം നിർമ്മിക്കാൻ കഴിയില്ല. അത് ചെയ്യണമെങ്കിൽ ആദ്യമായി വേണ്ടത് 2 പരിഹാരങ്ങളുണ്ട്. ഒരു പരിഹാരം ഇപ്പൊ അരുൺകുമാർ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു റീകൺസിലിയേഷന് പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞ എനിക്ക് പൂർണ്ണ യോജിപ്പില്ലെങ്കിലും അത്ര ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നു, അവിടെ സ്റ്റാലിൻ അവിടെ ഉണ്ടെന്നുള്ളത് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. കഴിയുമെങ്കിൽ ഈ 2 പേരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്തുകൊണ്ട് 2 പേരും കൂടി യോജിക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ടൊരു ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് ആരാണ് പറഞ്ഞത്? ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നില്ല, എംപോർഡ് കമ്മിറ്റി പറയുന്നില്ല. തമിഴ്നാട്ടുകാരന്റെ നമ്മൾ 3.5 കോടി ജനങ്ങൾ അത് അപകടത്തിലാണെന്ന് വിശ്വസിക്കുന്നു. 7.5 കോടി ജനങ്ങൾ അത് അപകടത്തിലല്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സുപ്രീം കോടതി അപകടത്തിലല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇരു കൂട്ടർക്കും കൂടി ഇതൊരു അപകടത്തിലാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു ഏജൻസിയെ കൊണ്ട് ഇതിനെ ഒരു ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതല്ലാതെ ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കണം. അത് നമുക്ക് തമിഴ്നാടുമായി സംസാരിച്ചു വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. കാരണം ഈ ഒരു 2010-കളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ അറിയിച്ചാൽ വീഡിയോകളുണ്ടായിരുന്നു. അതിനകത്ത് 100% കേരളത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും കേരളത്തിനെതിരെ സംസാരിച്ചുകൊണ്ടുമുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടു. എല്ലാ തമിഴരും വിശ്വസിക്കുന്നത് ഈ ഡാം സേഫ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അതുപോലത്തെ ചില വിഷം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജനങ്ങളോട് കുത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്. ചില യൂട്യൂബർമാരും അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ വന്ന് മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുകയാണ്. അത് ഒരു കാരണവശാലും ചെയ്തുകൂടാ. ഇത് നമ്മൾ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് കേരളവും തമിഴ്നാടും ഒരു സംസ്ഥാനം എന്ന പോലെ തന്നെ കൈകാര്യം ചെയ്യണം. ഇവിടെ വെള്ളമുണ്ട്, അവർക്ക് കൊടുത്തു, അവിടെ നിന്ന് പച്ചക്കറി, ഇത്തരത്തിലുള്ള സംസാരങ്ങളോ അതിൽ നിന്ന് നമ്മൾ മാറാൻ തയ്യാറാവണം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു പൊളിറ്റിക്കലായിട്ട് നല്ലൊരു തീരുമാനമായിരിക്കും. ഇരു കൂട്ടരും ചേരുന്ന ഇപ്പൊ നമ്മൾ നടത്തിയ 2 പഠനങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വന്നത്? അതിന് സുപ്രീം കോടതിയിൽ തമിഴ്നാട് എതിർത്തു. അപ്പൊ തമിഴ്നാട് നമ്മൾ ചേരുന്ന യോജിക്കുന്ന ഒരു ഏജൻസി, അതിനെന്തായിരിക്കും വേണ്ടത്? വെള്ളം അവർക്ക് കിട്ടുമെന്ന് 100% ഉറപ്പ് വരുത്തണം. അതിന് വന്ന ഏറ്റവും അതിനകത്ത് ഒരു പക്ഷേ ഡീൻ കുര്യാക്കോസിനോട് വിയോജിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ ഡാം എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ നമ്മുടെ കാല് പിഴച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കാണ് ഡാം വേണ്ടത്? നമുക്ക് ഡാം വേണ്ട, തമിഴിനും ഡാം വേണ്ട, തമിഴിന് വെള്ളം മതി. അതായത് നമ്മുടെ തമിഴ്നാടിന് വെള്ളം കിട്ടാൻ ഡാം മാത്രമാണ് പരിഹാരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പെന്നിക്കൊക്കിന്റെ കാലത്തോടെ തിരിച്ചുപോയി. 150 വർഷം പുറകോട്ട് പോയി. ഇന്നത്തെ കാലത്ത് ഒരു ഡാമാണോ പണിയേണ്ടത്, എങ്ങനെയാണ് തമിഴിന് വെള്ളം കൊടുക്കാനുള്ള സാധ്യത എന്ന് പറയേണ്ടത് വിദഗ്ധന്മാരാണ്. അതിനുള്ള വൈദഗ്ധ്യമുണ്ട്. 6100 ഡാമുകളെ പരിപാലിക്കുന്ന ഒരു അപേക്ഷ ബോഡിയാണ് CWC. അവിടെ വിദഗ്ധന്മാരുണ്ട്, ജിയോളജിസ്റ്റുകളുണ്ട്. അവരാണ് പറയേണ്ടത് എന്താണ് പരിഹാരം തമിഴ്നാട് വെള്ളം കൊടുക്കാൻ. ഒരു ഡാം പണിത് കഴിഞ്ഞാൽ 150 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പ്രശ്നത്തിലാവും. അന്നേരം ഡൗൺ സ്ട്രീമിൽ കൂടുതൽ ആളുകൾ താമസം ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് വലുതായിരിക്കും. അങ്ങനെ വന്നാൽ ഈ 999 എന്ന് പറയുന്ന ഈ കരാർ നമുക്ക് റദ്ദാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 6-7 ഡാം പണിയേണ്ടി വരും. അപ്പോഴത്തേക്കും ഇത് എവിടെ ചെന്ന് നിൽക്കും? അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? എങ്ങനെയാണ് നമ്മൾ അത് നിർമ്മിക്കുന്നത്? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് ഡാം പണിയരുതെന്നല്ല ഞാൻ പറയുന്നത്, പുതിയ ഡാം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഡാമാണ് പരിഹാരമെന്ന് നിശ്ചയിക്കേണ്ടത് അതാത് മേഖലയിൽ വിദഗ്ധന്മാരാണ്. മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? ഇപ്പോ ഇടയ്ക്ക് വന്നിരുന്നൊരു നിർദ്ദേശമായിരുന്നു, ഈ ഔട്ട്ലെറ്റിന്റെ ഡെപ്ത് ഒരു 50 മീറ്റർ താഴോട്ട് 50 അടി കൂടി താഴോട്ട് താത്തി കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് ഏതാണ്ട് 100 അടിയിൽ നിർത്താം. അപ്പൊ ഈ ഡാം സേഫ് ആണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും മുമ്പോട്ട് വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഡാമാണ് പരിഹാരമെന്ന് ഒറ്റമൂലി എന്ന് നമ്മൾ മുമ്പോട്ട് വെക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ കരാർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമിഴിൽ നമ്മൾ 2 വഴിക്കായി. അതോടെ ചർച്ചകൾ അവസാനിച്ചു. അതിൽ നിന്ന് പിന്മാറിയിട്ട് അവർക്ക് വെള്ളമാണ് വേണ്ടത്, നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറുമാണ്. ഡാമാണോ പരിഹാരം എന്നൊരു വിദഗ്ധൻ പറയട്ടെ. അത് ഒരു വഴി. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിൽ നിരന്തരമായി ഇതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താൻ ഒരു ഏജൻസിയെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഏജൻസി വന്നിട്ട് ഈ ഡാം ബലമുള്ളതാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടല്ലോ. തീർച്ചയായും സേഫ്റ്റി ഓഡിറ്റ് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ താങ്കൾ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും പ്രധാനം നേരത്തെ ഇടുക്കി MP അത് ഒരു അടിയന്തര ആവശ്യമാണെന്ന് പറഞ്ഞു.